സങ്കീർത്തനങ്ങൾ 68-33 വാക്യം. പുരാതന സ്വർഗാദി സ്വർഗങ്ങളിൽ വാഹനമേറുന്നവന് പാടുവീൻ. ഇതാ അവൻ തൻ്റെ ശബ്ദത്തെ, ബലമേറിയൊരു ശബ്ദത്തെ കേൾപ്പിക്കുന്നു. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. മുഴങ്ങുന്ന ശബ്ദത്തിലെ ശക്തികൾ എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കുടപ്പുറവുകളെ, ദൈവവചനം മുഴങ്ങുന്ന ശബ്ദമാണ്. അത് ജീവനും ചൈതന്യവും പകരുന്നതാണ്. ദൈവവചനത്തിന്റെ ശക്തി ആർക്കും അളന്ന് തിട്ടപ്പെടുത്തുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ ശബ്ദം നാം കേൾക്കുകയും അത് അനുസരിക്കുകയും വേണം. ദൈവത്തിന്റെ ശബ്ദം സകല സൃഷ്ടികളും കേൾക്കുന്നു, അനുസരിക്കുന്നു. ദൈവമക്കളെ ജീവിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവിയാണ്. വചനത്തിന്റെ ശബ്ദം നമ്മുടെ കാതിൽ മുഴങ്ങിയാൽ അത് ഒരുവനിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. മുഴങ്ങുന്ന ശബ്ദത്തെക്കുറിച്ച് സങ്കീർത്തനത്തിൽ ഇങ്ങനെയാ കാണാൻ കഴിയുന്നത്. ദൈവത്തിന്റെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നതാണ് എന്ന് വചനം പറയുന്നു. പെരുവെള്ളത്തിന്മീതെ യഹോവ, മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. ആ ശബ്ദം ശക്തിയോടെയും മഹിമയോടെയും മുഴങ്ങുമ്പോൾ ദേവദാരുക്കൾ തകർക്കപ്പെടും, രാഷ്ട്രങ്ങൾ കാളക്കുട്ടിയെപ്പോലെ തുള്ളും, അഗ്നിജാലകൾ ചിഹ്നിക്കപ്പെടും, കാദേശ് മരുവിനെ അത് നടുക്കും. ആ ശബ്ദത്തിന്റെ കേൾവി ഉണ്ടാകുന്ന മാത്രയിൽ കാട്ടിലെ മാൻപേടകൾ പ്രസവിക്കും, കൊടും വനത്തിന്റെ തോൽ ഉരിയപ്പെടും. അത് അഗ്നിജ്വാലകളെ ചിഹ്നിക്കുകയും മരുഭൂമിയെ നടുക്കുകയും ചെയ്യുന്നതാണ്. സങ്കീർത്തനം 29 നാം വ്യക്തമായി വായിച്ച് പഠിക്കുമ്പോൾ മുഴങ്ങുന്ന ശബ്ദത്തിലെ ശക്തികളെക്കുറിച്ചും വചനത്തിന്റെ ശക്തി മുഴങ്ങിൽ എന്തെല്ലാം സംഭവിക്കുമെന്നും വ്യക്തമാക്കുകയാണ്. പ്രിയരെ, ദൈവം തനിക്ക് വേണ്ടി വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന ദൈവമക്കൾ തങ്ങളുടെ ജീവിതത്തിലെ ഏതൊരവസ്ഥയിലും ഈ വചനത്തിന്റെ ശബ്ദം കേൾക്കുകയും അതിനാലുള്ള വ്യത്യസ്ത അനുഭവങ്ങൾ പ്രാപിക്കുകയും ചെയ്യണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഏതെല്ലാം നിലയിൽ ഒരു ദൈവപൈതലിന് കേൾക്കപ്പെടുന്ന വചനത്തിന്റെ ശബ്ദം പ്രയോജനമാകുന്നുണ്ട് എന്നത് നാം വ്യക്തമായി തിരിച്ചറിയണം. മുഴങ്ങുന്ന ശബ്ദത്തിന് പ്രിയരെ സൃഷ്ടിക്കുവാനുള്ള ശക്തിയാണുള്ളത്. ഉണ്ടാകട്ടെ എന്ന് യഹോവയായ ദൈവം തൻ്റെ ശബ്ദം മുഴക്കിയപ്പോൾ വെളിച്ചമുണ്ടായി, വിധാനമുണ്ടായി, പറവകൾ, മൃഗങ്ങൾ, മത്സ്യങ്ങൾ എന്നിവയൊക്കെ ഉണ്ടായി. ഇന്നും ആ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇന്നും ആ ശബ്ദത്താൽ ദൈവം ആഗ്രഹിക്കുന്നതൊക്കെയും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. മനുഷ്യജീവിതം ഇന്ന് സാധ്യമായിരിക്കുന്നത് ദൈവത്തിന്റെ മുഴങ്ങുന്ന ശബ്ദത്തിന്റെ ശക്തിയാലാണ്. ദൈവത്തിലും തൻ്റെ വചനത്തിലും ആശ്രയിക്കുന്ന ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ ഇന്ന് ദൈവഹിതപ്രകാരം ഉണ്ടാകേണ്ടത് എന്തെല്ലാമോ പ്രിയരെ, അതെല്ലാം വചനത്തിന്റെ മുഴങ്ങുന്ന ശബ്ദത്തിന്റെ ശക്തിയാൽ ഉണ്ടാക്കപ്പെടും. സൃഷ്ടിക്കുന്ന പ്രവൃത്തി മുഴങ്ങുന്ന ശബ്ദത്തിന് ചെയ്യുവാൻ കഴിയും. ആരോഗ്യമുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, തലമുറകൾ ഉണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ തുടങ്ങി ഒരു ദൈവപൈതലിന് ഇന്ന് പകലിൽ ആവശ്യമായിരിക്കുന്നത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം വചനത്തിന്റെ മുഴങ്ങുന്ന ശബ്ദത്താൽ വിശ്വസിക്കുന്നവരിൽ ഉണ്ടാകട്ടെ. എല്ലാറ്റിനെയും സൃഷ്ടിക്കുന്നത് വചനത്തിന്റെ മുഴങ്ങുന്ന ശബ്ദമാണ് എന്ന് തിരിച്ചറിഞ്ഞ് മുഴങ്ങുന്ന ശബ്ദത്തിന്റെ സാധ്യതകൾ പ്രിയരെ അനുഭവിച്ചറിയുക. സൃഷ്ടിക്കുവാൻ മാത്രമല്ല, നശിപ്പിക്കുവാനും മുഴങ്ങുന്ന ശബ്ദത്തിന് ശക്തിയുണ്ട് എന്ന് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന മുഴങ്ങുന്ന ശബ്ദത്തിന് സംഹാരശക്തിയുണ്ട്. ഇനി നിന്നിൽ ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് കർത്താവ് ഒരു അത്തിയെ നോക്കി പറഞ്ഞപ്പോൾ ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവന്റെ കോപത്തിൽ നിന്ന് ഒരു വാക്കുയർന്നാൽ അവിടെ സംഹാരശക്തി വ്യാപരിക്കും. സൃഷ്ടിക്കുന്ന, സംഹരിക്കുന്ന ശക്തി മാത്രമല്ല മുഴങ്ങുന്ന ശബ്ദത്തിലുള്ളത്, പുനരുത്ഥാന ശക്തിയുമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ടു
നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. പള്ളിപ്രമാണിയായ യായിറോസിന്റെ 12 വയസ്സുള്ള മകളെയും മാർത്തയുടെയും മറിയയുടെയും സഹോദരനായ ലാസറിനെയും നയീനിലെ വിധവയുടെ മകനെയും മരിച്ചുപോയ നിലയിൽ നിന്ന്, ശവമഞ്ചത്തിൽ നിന്നും കല്ലറയിൽ നിന്നും ബാലെ എഴുന്നേൽക്കുക, ലാസറെ പുറത്തു വരിക, ബാല്യക്കാര എഴുന്നേൽക്കുക എന്ന ശബ്ദം മുഴക്കി അവരെ മരണത്തിൽ നിന്നും മടക്കി വരുത്തിയത് പ്രിയരെ വചനത്തിന്റെ ശക്തി തന്നെയാണ്. ഇനിയും കർത്താവിന്റെ മുഴങ്ങുന്ന മഹാകാഹളത്തിന്റെ ശബ്ദത്തിങ്കൽ കല്ലറകളിൽ ഉറങ്ങുന്ന ഏവരെയും വിളച്ചുണർത്തുവാൻ പോകുന്ന ഒരു സുദിനം വെളിപ്പെടുവാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് പകലിൽ ദൈവത്തിന് സ്തോത്രമർപ്പിക്കുക. കുടപ്പുറപ്പുകളെ, ഇന്നും കർത്താവിന്റെ ശബ്ദം അവൻ നമുക്ക് വേണ്ടി മുഴക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് ഈ സമയവും ദൈവത്തിന്റെ ശബ്ദം മുഴക്കപ്പെടുന്നുണ്ട്. ദൈവശബ്ദം മുഴങ്ങുന്നിടത്ത് വിടുതലുണ്ട്. അവിടെ കുരുടർ കാണും, ചെകിടർ കേൾക്കും, മുടന്തുള്ളവർ നടക്കും, കിടപ്പ് രോഗികൾ എഴുന്നേൽക്കും, ഭൂതങ്ങൾ വിട്ടുപോകും. ഒരു പാപി ആ ശബ്ദം കേൾക്കാൻ താല്പര്യപ്പെട്ടാൽ അവന്റെ പാപത്തെ മോചിച്ചു കിട്ടുന്ന വിടുതൽ അവന് ലഭിക്കും. അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള ഇരുവായ്ത്തല വാൾ പുറപ്പെടും എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. അവന്റെ വാക്കിനായി, ആ വാക്കിന്റെ ശബ്ദത്തിനായി പ്രിയരെ ഹൃദയത്തിന്റെ കാതുകൾ തുറന്ന്, കർത്താവേ എനിക്ക് വേണ്ടി ഒരു ശബ്ദം പുറപ്പെടുവിക്കണമേ, എനിക്ക് വേണ്ടി വചനം അയക്കണമേ, എനിക്ക് വേണ്ടി ഇന്ന് പകലിലും വചനം മുഴക്കണമേ. അത് ഞാൻ ഏറ്റെടുക്കുന്നു. അതിൻ്റെ അനുഭവം പ്രാപിക്കുവാൻ ഞാൻ കാത്തിരിക്കുന്നു. ആ ശബ്ദത്തിനായി എന്നെ, എൻ്റെ കാതിനെ, എൻ്റെ ഹൃദയത്തെ ഞാൻ ഒരുക്കുന്നു എന്നുള്ള സമർപ്പണത്തോടെ നമുക്ക് പ്രാർത്ഥിക്കുകയും ആ ശബ്ദത്തിൻ്റെ മുഴക്കത്തിനു വേണ്ടി കാത്തിരിക്കുകയും ചെയ്യും. പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കുക. പരിശുദ്ധനായ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിക്കാൻ, മനസ്സിലാക്കാൻ, ഞങ്ങൾക്ക് വേണ്ടി മുഴക്കപ്പെടുന്ന വചനത്തിൻ്റെ ശബ്ദത്തിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിയാൻ, ആ ശക്തിയാൽ ഞങ്ങൾ വിടുവിക്കപ്പെടുവാൻ ഇടയാകേണ്ടതിന് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ നാമം, കർത്താവ് ഇന്ന് പകലിൽ ഞങ്ങൾ ഉയർത്തുന്നവരായി തീരുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലുള്ള ചില പ്രശ്നങ്ങൾ തകർന്നു പോകേണ്ടതിന് വേണ്ടി ഞങ്ങളുടെ വചനത്തിൻ്റെ ശബ്ദത്തിൻ്റെ ശക്തി ഇന്ന് പകൽ അയക്കണമേ. ഞങ്ങളുടെ മുൻപിൽ അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകൾ തുറക്കപ്പെടേണ്ടതിന് വേണ്ടി, ഞങ്ങളുടെ മുൻപിൽ കെട്ടിപ്പൊക്കിയിരിക്കുന്ന ചില മതിലുകൾ ഇടിഞ്ഞു വീഴേണ്ടതിന് വേണ്ടി, ഞങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ചില ദുഷ്ടവ്യാപാരങ്ങൾ കരിഞ്ഞു പോകേണ്ടതിന് വേണ്ടി, കർത്താവേ ഞങ്ങളുടെ രോഗബന്ധനങ്ങൾ അഴിഞ്ഞു പോകേണ്ടതിന് വേണ്ടി, ഞങ്ങളുടെ മരിച്ച അവസ്ഥയിൽ നിന്ന്, കർത്താവെ ആത്മീകമായി മരിച്ച അവസ്ഥയിൽ നിന്ന് അവർ ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്നവരായി ജീവിക്കേണ്ടതിന് വേണ്ടി അങ്ങയുടെ വചനത്തിന്റെ ശബ്ദത്തെ ഇന്ന് പകലിൽ മുഴക്കണമേ. വചനം അയക്കണമേ. ആ വിടുതൽ സഭയ്ക്കകത്ത് വെളിപ്പെടുവാൻ, ഭവനങ്ങളിൽ, കുടുംബങ്ങളിൽ വെളിപ്പെടുവാൻ, വ്യക്തികളിൽ വെളിപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുന്ന വൻകൃപകൾക്കായി സ്തോത്രം. ജനം സൗഖ്യമാകാൻ പോകുന്നതിനായി സ്തോത്രം. സഭ ഉദ്ധരിക്കപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്നപ്പ, സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് നമ്മെ എല്ലാവരെയും നമ്മുടെ കൂട്ടായ്മ ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവന്റെ വരവിന് വേണ്ടി നമുക്ക് അധികം ശ്രദ്ധയോടെ വിശുദ്ധി തികച്ച് വേഗം ഒരുങ്ങി, വേർപാടനുഷ്ഠിച്ച് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.